ഹലോ ഗായ്സ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പിയും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ സെറ്റപ്പ് എന്താ പരിപാടികളും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഈ മൈക്രോ ഗ്രീൻസിനൊക്കെ ഒന്ന് വെട്ടി ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജ് കയറ്റി വയ്ക്കണം. കാരണം നാളെ രാവിലെ നമുക്ക് ബാക്കിയുള്ള ലെറ്റ്യൂസ് സാധനങ്ങളൊക്കെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഹോം ഡെലിവറി ചെയ്യാനായിട്ട് കൊടുത്തു വിടാൻ. സോ ആ സമയത്ത് നമുക്ക് ഇതൊന്നും ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടില്ല. സോ ഇന്ന് മാക്സിമം ഇതെല്ലാം ഹാർവെസ്റ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഇവരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, താഴത്തുണ്ട്, കുറേ എണ്ണം ഉണ്ട്. സോ എന്തായാലും ഇവരൊക്കെ ഒന്ന് ഹാർവെസ്റ്റ് ചെയ്ത് റെഡിയാക്കി ഫ്രിഡ്ജ് കയറ്റി വെച്ചാലാണ് നാളെ പിന്നെ ഇവരെ മാത്രം ഹാർവെസ്റ്റ് ചെയ്ത് ക്യൂസി ഒക്കെ ചെയ്ത് ബോക്സിലാക്കി പാക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരുള്ളൂ. സോ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. എന്തായാലും ഞാൻ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് തുടങ്ങുകയാണ്. സോ ആദ്യം നമുക്ക് റാഡിഷ് ചാടി നിൽക്കുന്ന റാഡിഷ് കുട്ടന്മാരെ ഹാർവെസ്റ്റ് ചെയ്യാം. സോ ഇവരെ ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി ഓരോരുത്തരായിട്ട് ഇങ്ങനെ സെക്ഷനായിട്ട് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. സോ ഇവരെ ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ, ലെറ്റ്സ് ഗോ. നല്ല കട്ടിക്ക് ഉണ്ടായേക്കണം, പണ്ടാറടങ്ങാനായിട്ട് പിടിക്കാൻ പോലും കിട്ടണല്ലോ. ഇതെവിടെ വെട്ടണേന്ന് പോലും കാണുന്നില്ലല്ലോ. ഗൈസ്, നല്ല അടിപൊളി മൈക്രോ ഗ്രീൻസ് ഹാർവെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഹാർവെസ്റ്റ് ചെയ്ത് ബോക്സിലാക്കി നമുക്ക് എടുത്ത് വയ്ക്കാം. സോ എന്തായാലും ഞാൻ ഹാർവെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചാൽ അങ്ങനെ ഒരു 2.5 മണിക്കൂറിൻ്റെ ഹാർവെസ്റ്റിങ്ങിന് ശേഷം നമ്മൾ ഫുൾ മൈക്രോ ഗ്രീൻസ് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും കാണിച്ചു തരാം. സോ ദിസ് ഇസ് നമ്മുടെ സൺഫ്ലവർ മൈക്രോ ഗ്രീൻസ്, മസ്റ്റാർഡ് മൈക്രോ ഗ്രീൻസ്, പക്ചോയ് മൈക്രോ ഗ്രീൻസ്, മസ്റ്റാർഡ് മൈക്രോ ഗ്രീൻസ്. സോ ഞാൻ ഇത്രയും മൈക്രോ ഗ്രീൻസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഓരോ ബോക്സിൻ്റെ സൈസും വേറെ വേറെയാണ്. സോ നമുക്ക് മസ്റ്റാർഡ് മാത്രമാണ് ഇച്ചിരി കുറവ്, പക്ചോയ് നല്ലോണം ഉണ്ട്. ഓഹ് എൻ്റെ മോനെ, നമ്മുടെ റാഡിഷ് സീൻ ഇഷ്ടം പോലെയാണ്. സൺഫ്ലവറും നല്ലോണം വന്നിട്ടുണ്ട്. സംഭവം സെറ്റ്. അങ്ങനെ നമ്മൾ മൈക്രോ ഗ്രീൻസ് കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. സോ ഇന്നത്തെ പരിപാടി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. സോ ഇന്നതേ നമ്മൾ പണി കഴിഞ്ഞ് പോകുമ്പോൾ സമയം കണ്ടോ, 6:15 ആയിട്ടുണ്ട് ഗൈസ്. സോ വി ആർ വെരി ലൈറ്റ് ടുഡേ. ഇനിയിപ്പോൾ നല്ല വിശപ്പ് ഗൈസ്. സോ പോണ വഴി എന്തെങ്കിലും ഫുഡ് അടിച്ചില്ലെങ്കിൽ പറ്റൂല ഗൈസ്. നല്ല വിശപ്പ്, ഒരു രക്ഷയില്ലാത്ത ഗ്യാസൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും പോണ വഴി എന്തെങ്കിലും ഫുഡ് അടിക്കണം. സോ എന്തായാലും പോണ വഴി ഫുഡ് അടിക്കുന്നതൊക്കെ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഫാമിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് കോള വന്നത്. സോ നമുക്ക് നാളെ കൊടുക്കണേൽ നമുക്ക് നാളെ പാക്കിങ്ങിന് ആവശ്യമായിട്ട് ഒരു സാധനം കൂടി മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലുലു ഡെയിലിയിൽ പോകണം. അതുകൊണ്ട് നമ്മുടെ ഫുഡ് അടി നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്ക് നമ്മൾ മാറ്റി പോണ വഴിയുള്ള അവിടെ ഒഴിവാക്കി. സോ ലെറ്റ്സ് ഗോ ടു ഹൈലൈറ്റ് മാൾ. പോകേണ്ട ആവശ്യം വന്നു ഗൈസ്. ഞാൻ പോകണമെന്ന് വിചാരിച്ചത്, അങ്ങോട്ടേക്ക് പോകണ്ടല്ലോ, പോണ വഴി എവിടെയെങ്കിലും ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ നടക്കൂല, പോയേ പറ്റൂ. നമ്മളങ്ങനെ ഫുഡ് അടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇനി എവിടെ നിന്ന് അടിക്കണം എന്നുള്ളത് നോക്കട്ടെ. നമുക്ക് ബർഗർ ലോഞ്ചിൽ നിന്ന് ഫുഡ് അടിക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളതേ ഒരു ഫ്രൈസ് പറയാൻ നമ്മളെ സാധനം മേടിച്ചു. ഇന്ന് നമുക്ക് കീക്കി അടിക്കുന്ന സാധനം തന്നെ കിട്ടിയാണ്, പക്ഷെ വേറെ മോഡലിലുള്ള സാധനമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫേവർ റോളിൽ കഴിച്ചത് റൗണ്ടൊക്കെ ആയിട്ടുള്ള ഒരു കീക്കി അടിക്കുന്ന സാധനം. ഇത് സ്ക്വയറായിട്ട് റെക്റ്റാങ്കിൾ ആയിട്ടുള്ള കീക്കി അടിക്കുന്ന സാധനം. സോ ഗൈസ്, നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് ഇന്നും പറഞ്ഞേക്കണേ. ആനിമൽ ലോഡഡ് ഫ്രൈസ് ജൂനിയർ, ചെറിയ പോർഷൻ. സോ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സോ ഇതിൽ ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്. സോ അതിൽ ബീഫ് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. നമ്മുടെ സാധനം ബീഫ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പോയി എടുക്കാം. നമ്മുടെ ലോഡഡ് ഫ്രൈസ് കിട്ടിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മുടെ അടിപൊളി ലോഡഡ് ഫ്രൈസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 ഫോർക്കൊക്കെ വന്നിട്ടുണ്ട്, അതിന് മതി. സോ നൈസായിട്ടുണ്ട്. ഉള്ളിൽ ഫ്രൈസൊക്കെ ആയിട്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാം. നമുക്ക് എടുത്തു നോക്കാം. ഓ എൻ്റെ മോനെ, സെറ്റ്. ഉള്ളിൽ ബീഫൊക്കെ വെച്ച് സെറ്റാണ് ഗൈസ്. നല്ലോണം സോസൊക്കെ ഒഴിച്ച് അടിപൊളിയായിട്ടുണ്ട്. സോ എന്തായാലും കഴിച്ചു നോക്കാം. കണ്ടിട്ട് തന്നെ വായിൽ വെള്ളം തന്നെ പോലെയാണ്. സെറ്റാണ് ഗൈസ്, ഒരു രക്ഷയില്ല. സോസൊക്കെ ബീഫും കൊള്ളാം ഗൈസ്, അടിപൊളി. മുകളിൽ 2-3 ഹാലപ്പീനൊക്കെ ഇട്ടുണ്ട്. ഉള്ളിൽ നല്ല അടിപൊളിയായിട്ടുള്ള ബീഫുണ്ട്, സെറ്റാണ്. സോ എന്തായാലും കഴിച്ചു തീർക്കട്ടെ. അങ്ങനെ
നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിൽ വന്ന് കുളിച്ച് റെഡി ആയി ഒന്ന് സെറ്റായിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ഇത്രയും നമ്മുടെ ഇന്നത്തെ വീഡിയോ. നാളെ നമുക്ക് ഹാർവെസ്റ്റിങ്ങിൻ്റെ വീഡിയോ മാക്സിമം എടുക്കാൻ പറ്റുന്ന പോലെ എടുക്കാം. എന്തായാലും അവിടെ നമുക്ക് എലാ ഗ്രീൻസിൻ്റെ അവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ട്. സോ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് തരും എന്നുള്ള പ്രതീക്ഷയിൽ നാളെ ഒരു അടിപൊളി വ്ളോഗ് ഞാൻ എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നാളെ ഒരു അടിപൊളി വ്ളോഗായിരുന്നു. എല്ലാവർക്കും